മുഴുവൻ സിനിമാ ഇൻഡസ്ട്രിയും ഇപ്പോൾ തകർന്നടിയുന്ന ഒരു അവസ്ഥയാണ്. അതിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കാരണം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഇത് സംഭവിച്ചത് മറ്റുള്ള ഇൻഡസ്ട്രികളിലും ഉണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെയുള്ള നടിമാർ. ഈ നടിമാരുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായി മാറുന്നത്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ്. മറ്റുള്ള ഇൻഡസ്ട്രിയിലും ഇത് ഉണ്ടോ എന്നാണ് ഇപ്പോൾ അവിടെയുള്ള ആരാധകരും ചോദിക്കുന്നത്. എന്നാൽ ആ ഇൻഡസ്ട്രിയിൽ എന്നല്ല, ഇന്ന ഇൻഡസ്ട്രിയിൽ എന്നല്ല, എല്ലാ ഇൻഡസ്ട്രികളിലും ഇത് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. തമിഴെന്നില്ല, തെലുങ്കെന്നില്ല, അങ്ങനെ തുടങ്ങി എല്ലാ ഇൻഡസ്ട്രികളിലും ഇപ്പോൾ ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി കൊണ്ടുവന്നേ പറയൂ എന്ന് പറ്റുന്ന സാഹചര്യമാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലും ശരിക്കും പറഞ്ഞാൽ ദിലീപിനൊരു ആശ്വാസമാണ്. ഇതിലൊന്നും തന്നെ ദിലീപിന്റെ പേര് ഇതുവരെ മുഴങ്ങി കേൾക്കുന്നില്ല. ദിലീപിനെതിരെ ആരും പരാതിയും പറഞ്ഞിട്ടില്ല. നടന്മാരായ പലർക്കെതിരെയും പരാതിയുമായി എത്തുമ്പോഴും ഇപ്പോഴും ദിലീപിനെതിരെ ആരോപണവുമായി ആരും രംഗത്ത് വന്നിട്ടില്ല. ദിലീപും കുടുംബവും ഓണാഘോഷത്തിന്റെ ബഹളത്തിൽ തന്നെയാണ്. അമ്മ ഒരു വിധത്തിൽ കത്തി അമരുന്ന സമയത്ത് ദിലീപ് ഇത എല്ലാ ആഘോഷങ്ങൾക്കും ഇടയിലാണ്. കാവ്യ തന്റെ ബൊട്ടീക്ക് പൂർണ്ണമായും തന്നെ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാവ്യ തന്റെ ബിസിനസ്സിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നതെന്ന് പറയണം. കാവ്യയുടെ ബിസിനസ് ഇപ്പോൾ നന്നായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിൽ താരപുത്രി മീനാക്ഷി കൂടി എത്തിയപ്പോൾ കൂടുതലും പ്രേക്ഷകർ അത് ഏറ്റെടുക്കാനും തുടങ്ങിയെന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷിയുടെ വാർത്ത. മീനാക്ഷി കൂടി മോഡലായി ലക്ഷ്യയിലെത്തിയപ്പോൾ ലക്ഷ്യയ്ക്ക് കൂടുതൽ ബിസിനസ്സുകൾ ലഭിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. രണ്ടാനമ്മയെ പിന്തുണയ്ക്കാൻ വെക്കേഷൻ ആഘോഷിക്കുന്ന മകൾ കൂടി എത്തിയതും ദിലീപിന് സന്തോഷം തന്നെയാണ്. ഇപ്പോൾ സിനിമകളുടെ തിരക്കിലാണ് ദിലീപ്. എന്തായാലും അവിടെ ഇപ്പോൾ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. കാവ്യ ഇപ്പോൾ തന്റെ ഓണം ബിസിനസ് സെയിൽ ഇപ്പോൾ പൊടിപൊടിക്കുകയാണ്. ലക്ഷ്യയിൽ ഇപ്പോൾ മിനിറ്റുകൾക്കകവും മണിക്കൂറുകൾക്കകവും നിരവധി പ്രോഡക്റ്റുകളാണ് വരുന്നത്. അത് വിറ്റുപോകുന്നതും അത്രയുമുണ്ട്. നല്ല വില കൂടിയ ക്വാളിറ്റി കൂടിയ പ്രോഡക്റ്റ്സ് ആയിട്ട് പോലും അത് ഈ ഓണക്കാലത്ത് വിറ്റുപോകുന്ന കാഴ്ച എല്ലാവരെയും സംബന്ധിച്ച് ഒരു അത്ഭുതം തന്നെയാണ്. കാവ്യയ്ക്ക് ഇതിപ്പോൾ കൊയ്ത്തിന്റെ കാലമാണ്. ഒരു സമയത്ത് കാവ്യ വളരെയധികം വിഷമത്തിലായിരുന്നു. ഇടയ്ക്ക് വെച്ചാണ് സോഷ്യൽ മീഡിയയിലേക്ക് കാവ്യ തിരികെ വന്നത്. ആ സമയത്ത് നോക്കൂ, അമ്മ ഇവിടെ കത്തി അമരുന്ന സമയം കാവ്യയുടെ ബൊട്ടീക്കും കാവ്യയുടെ ബിസിനസ്സും നന്നായി തന്നെ മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ ഇത് ദൈവം കാത്തുവച്ച വിധിയായിരിക്കാം. ഒരുപക്ഷെ ഇങ്ങനെ അനുഭവിക്കണമെന്നായിരിക്കാം. ഒരു കാലത്ത് ദിലീപും കാവ്യയും ഒക്കെ ഉറക്കമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാൽ അതൊക്കെ തന്നെയും ഇന്ന് സിനിമ ഇൻഡസ്ട്രി മുഴുവൻ അനുഭവിക്കുകയാണ്. ആ സമയത്ത് ദിലീപിന്റെ പേരിൽ ഒരു പരാതി പോലും ഉയർന്നു കേട്ടിട്ടില്ല. പലയിടത്തും ദിലീപിന്റെ പല പേരുകളും അല്ലെങ്കിൽ മറ്റു താരങ്ങളുടെ പേരുകൾ കേട്ടപ്പോൾ പോലും ആരും സംശയിക്കുന്നില്ല. ദിലീപിന്റെ പേരിൽ ആർക്കും സംശയമില്ല എന്ന് തന്നെ പറയുന്നു. ഇപ്പോഴും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇതുവരെ ദിലീപിനെതിരെ ശേഖരിക്കാനായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ എന്തുകൊണ്ടും ദിലീപിനും കുടുംബത്തിനും നല്ലൊരു ഓണം തന്നെയാണ്. അവരുടെ ഓണാഘോഷം ഇപ്പോൾ തകർത്തി പിടിക്കുകയാണ്. അത്രമേൽ സന്തോഷത്തോടെയാണ് അവർ ശരിക്കും വാർത്തകൾ പങ്കുവെക്കുന്നത്. അവരുടെ വാർത്തകളും അവരുടെ ബിസിനസ്സും സിനിമകളും ഒക്കെ ഒരു വശത്ത് മുന്നോട്ട് പോവുകയാണ്. അവരുടെ മകൾ ഇതാ ഇപ്പോൾ ഡോക്ടറായി കഴിഞ്ഞു. ഇളയ മകളുടെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. എന്തുകൊണ്ടും മറ്റൊരു വശത്ത് സിനിമ തകർന്നടിയുമ്പോൾ ദിലീപിന്റെ കുടുംബം സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.